ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ന്യൂ ബോൺ ബേബീസ് മുതൽ 2 ഇയർ വരെയുള്ള ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നൈലോൺ ബാൻഡ് വെച്ചിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബാൻഡിൻ്റെ ട്യൂട്ടോറിയലാണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇതിനായിട്ട് ഞാനിവിടെ 2-3 മെറ്റീരിയൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റമാണ് ഈ ഒരു ഫർ പോംപോം എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ മുന്നേ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് ആൾക്കാർ ഡൗട്ട് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ പേരെന്താണ്, ഇതെവിടെയാണ് വാങ്ങിക്കാൻ കിട്ടുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനൊരു ഇൻസ്റ്റാ പേജ് വഴി വാങ്ങിച്ചിട്ടുള്ളതാണ്. പെർ പീസിന് 25 രൂപയോ മറ്റോ ആണ് റേറ്റ് വരുന്നത്. കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ ഒരുപാട് മുന്നേ വാങ്ങിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഇതാ ഈ ഒരു ഹെയർ ബാൻഡ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിത് വെറും ഒരു 5 മിനിറ്റിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. എൻ്റെ കസിന് അവളുടെ ഒരു ഫാമിലിയിൽ ഒരു ബേബിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഹെയർ ബാൻഡ് റെഡിയാക്കി തരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് വെറും 5 മിനിറ്റിൽ റെഡിയാക്കി കൊടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ്. എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. അത് ജസ്റ്റ് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ള നൈലോൺ ബാൻഡ് ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ നന്നായിട്ട് വലിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് മെറ്റീരിയൽസ് ഒട്ടിച്ചു കൊടുക്കാൻ നിന്നാൽ നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എപ്പോഴും നമ്മൾ ഇതുപോലെ ചെയ്യണം. കാർഡ്ബോർഡിൻ്റെ മുകളിൽ നൈലോൺ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുള്ള ഒരു ഫറിൻ്റെ മെറ്റീരിയൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നൈലോൺ ബാൻഡിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് B7000 യൂസ് ചെയ്യാം, പക്ഷേ എളുപ്പം ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഫ്ലവർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണ്. 5 രൂപയോ മറ്റോ ആണ് പെർ പീസ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളെടുത്തിട്ടുള്ള ആ ഒരു ബട്ടർഫ്ലൈ, ഓർഗൻസ ക്ലോത്തിൽ വരുന്ന ഒരു ബട്ടർഫ്ലൈ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സ്റ്റോൺസ് കൂടെ എടുത്തിട്ടുണ്ട്. ഡയമണ്ട് ഷേപ്പിൽ വരുന്ന കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ട് ആ ഒരു ഫർ ക്ലോത്തിൻ്റെ മുകളിൽ അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റോൺസ് കൂടെ വെച്ചപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്റ്റോൺസ് ഇല്ലെങ്കിൽ അതിന് പകരം ചെറിയ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് 5 മിനിറ്റ് പോലും വേണ്ട ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എളുപ്പം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള മെറ്റീരിയൽസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി കുഞ്ഞു ബേബീസൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ചായ രീതിക്ക് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈനൊക്കെ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് എളുപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലുള്ള ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ്, ഹെയർ ആക്സസറീസ്, അതുപോലെ തന്നെ ജ്വല്ലറീസൊക്കെ ആർക്കെങ്കിലും കസ്റ്റമൈസേഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എൻ്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാ അല്ലാ. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.